വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാരെ അന്ധതമസിന്റെ ചെങ്ങലയിലിട്ട് ന്യായവിധിയുടെ മഹാദിവസത്തിലേക്ക് സൂക്ഷിച്ചു. 2, വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാരെ എന്ന് പറഞ്ഞാൽ അതിന്റെ നല്ല ഒരു മലയാളം ഞാൻ വായിച്ചത്, ദൈവം അവർക്ക് കൊടുത്ത ഭരണം നിറവേറ്റാത്ത ദൂതന്മാരെന്ന. കർത്താവ് അവർക്കൊരു പദവി കൊടുത്തു, കർത്താവ് അവർക്കൊരു അധികാരം കൊടുത്തു. എന്നാൽ ദൈവം കൊടുത്ത അധികാരവും അതിന്റെ പദവിയും അതിന്റെ ഭരണവും നിറവേറ്റുന്നതിൽ അവർ തോറ്റുപോയി. ദൈവം കൊടുത്ത പദവിക്കൊരു മാഹാത്മ്യം ഉണ്ടായിരുന്നു, ദൈവം കൊടുത്ത പദവിക്കൊരു നിലവാരമുണ്ടായിരുന്നു, ദൈവം കൊടുത്ത പദവിക്കൊരു യോഗ്യത ഉണ്ടായിരുന്നു, ദൈവം കൊടുത്ത പദവിക്കൊരു വിശുദ്ധി ഉണ്ടായിരുന്നു. ആ നിലവാരവും വിശുദ്ധിയും യോഗ്യതയും അധികാരവും ഭരണവും എല്ലാം നിറവേറ്റാൻ സൗജന്യമായി പദവി കിട്ടിയവനൊരു നിയോഗമുണ്ട്. പക്ഷേ ഒരുപറ്റം ദൂതന്മാർ ആ പദവി സൂക്ഷിച്ചില്ല, ആ ഭരണം നിറവേറ്റിയില്ല, ബന്ധിക്കപ്പെട്ടു. കണ്ടോ, അധികാര പദവി സൗജന്യമായി കിട്ടിയവൻ പിന്നീട് ബന്ധിക്കപ്പെട്ടു. ഇന്ന് രാത്രി ആ ചിന്ത നമ്മളെ കൊണ്ടുപോയി നിർത്തുന്നത് എവിടെയാ? ആമേൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കൾ ആകാൻ അവൻ അധികാരം നൽകി. ദൂതനായിട്ടല്ല, മകനായി മാറാനുള്ള അധികാരം നൽകി. അപ്പൊ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ മക്കളെന്ന പദവിയുടെ യോഗ്യതയും നിലവാരവും വിശുദ്ധിയും അധികാരവും ഉണ്ടെന്ന സൂചന. എന്നാൽ ആ പുത്രത്വത്തിന്റെ വിശുദ്ധിയും പുത്രത്വത്തിന്റെ അധികാരവും പുത്രത്വത്തിന്റെ നിലവാരവും പുത്രത്വത്തിന്റെ യോഗ്യതയും നിലനിർത്തി ഭരണം നടത്താൻ നീ പരാജയപ്പെട്ടാൽ നീ ബന്ധിക്കപ്പെടും. അപ്പനല്ലേ അത്, മകനല്ലേ ഞാൻ, അവകാശിയല്ലേ, കൽപ്പിച്ചാ മതി. കരച്ചിൽ വേണോ? വേണ്ട. ഉപവാസം വേണോ? വേണ്ട. നിലവിളിക്കണോ? വേണ്ട. യാചിക്കണോ? വേണ്ട. എന്താ കാര്യം? അപ്പനോട് മകൻ യാചിക്കുമോ? ഇല്ല. അതുകൊണ്ട് യാചിക്കണോ? വേണ്ട. കരയണോ? വേണ്ട. ഇനി കരയേ വേണ്ട. പിന്നെന്ത് വേണം? അധികാരത്തോടെ കാര്യങ്ങൾ ചെയ്താൽ മതി. ശ്രമിച്ചു, പറ്റിയില്ല. ഇപ്പോ അധികാരത്തോടെ കാര്യം ചെയ്യാറുമില്ല, കരയാറുമില്ല, ഉപവസിക്കാറുമില്ല, ഒന്നും ചെയ്യാറില്ല.